അനിമൽ റെസ്ക്യൂവർ റോഷ്നി GS ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ റോഷ്നി, കഴിഞ്ഞ ദിവസവും നമ്മൾ ഇക്കാര്യം വളരെ ഗൗരവത്തോടു കൂടി സംസാരിച്ചതാണ്. പക്ഷേ അപകടങ്ങൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒരു പക്ഷേ നമ്മുടെ ജനങ്ങൾ ഇതിൽ ബോധവാന്മാരല്ല ഒരു ജനത എന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ അങ്ങനെ വ്യാപകമല്ല എന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു അശ്രദ്ധയായിരിക്കുമോ? അതെ 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 നമ്മള് കുറച്ച് ദിവസമായിട്ട് നമ്മൾ എല്ലാ ചാനൽ വഴിയും സോഷ്യൽ മീഡിയ വഴിയും എല്ലാം അവയർനെസ് ഒരുപാട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണോ, അതിൽ അവര് കെയർലെസ് ആവുന്നതാണോ, എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. വളരെ ദയനീയമാണ്, ഭയങ്കര കഷ്ടമാണ്. കാരണം ഇന്നത്തെ വാർത്ത അറിഞ്ഞപ്പോൾ മാനസികമായി ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ ഓരോ ദിവസവും ഈ ജീവിയെ ഓരോ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ റെസ്ക്യൂ ചെയ്ത് മാറ്റുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പം കഴിഞ്ഞ ദിവസത്തെ തൃശ്ശൂരിലെ കാര്യമാണെങ്കിൽ അത് ക്രേറ്റ് ആണ്, നമ്മൾ ബൈറ്റ് അറിയില്ല, അങ്ങനെ ഒരു സാഹചര്യമാണ്. പക്ഷെ ഇന്ന് മോനെ എന്ന് പറയുന്നത് കോബ്രയാണെന്നാണ് അറിഞ്ഞത്. പക്ഷെ കോബ്രയുടെ ബൈറ്റൊക്കെ അറിയാൻ പറ്റുന്നതാണ്, വേദന ഉണ്ടാവും, ആ ഭാഗത്ത് കളർ ചേഞ്ചും നീരും എല്ലാം ഉണ്ടാവേണ്ടതാണ്. പക്ഷെ എന്താണ് സംഭവിച്ചത്, ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വൈകിയതാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ദയവ് ചെയ്ത് പറയാനുള്ളത്, കുഞ്ഞുങ്ങളെ ഇപ്പോ അവധിയാണ്, കുഞ്ഞുങ്ങൾ പുറത്ത് കളിക്കാൻ പോകുമ്പോഴും മറ്റും ഷൂ ധരിപ്പിക്കുക, കിടന്നുറങ്ങുന്നതിന് മുൻപ് തറയിലൊന്നും കിടത്താതിരിക്കുക. ഇനി ചൂടാണെങ്കിൽ ഫാൻ ഇടുക, 1-2 ഫാൻ ഇട്ടാലും കുഴപ്പമില്ല. പക്ഷേ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതൊരു അപേക്ഷയാണ്. നമ്മൾ എല്ലാ ദിവസവും ഈ കാര്യം പറയുന്നുണ്ട്. ഒന്ന് കട്ടിലും ഇതെല്ലാം ഒന്ന് തട്ടിക്കുടഞ്ഞിട്ട് മാത്രം കുഞ്ഞുങ്ങളെ കിടത്തണം. ജനലും വാതിലുകളും ഒന്ന് അടച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വീടിനോട് ചേർന്ന് നിൽക്കുന്ന ചെടികളും ചെടിച്ചട്ടികളും എല്ലാം ഒന്ന് പരിശോധിക്കണം. വീടിന് ചുറ്റും ഒന്ന് വൃത്തിയാക്കി ഇടണം കുറച്ച് ദിവസത്തേക്ക്. കാരണം ഇപ്പോൾ വെയിൽ കൂടുതലാണ്, ചൂട് കൂടുന്നതിനനുസരിച്ച് ചെറിയ രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട്. അത് അതിലും പ്രശ്നമാണ്. കാരണം ഈ ഭൂമി നനയാത്ത തരത്തിൽ മഴ പെയ്യുമ്പോൾ വീണ്ടും പാമ്പുകൾ പുറത്തിറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ വളരെയധികം കെയർഫുൾ ആവണം. അതെ 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 ഉറപ്പായിട്ടും ചൂട് കൂടുതലായുണ്ട് നമുക്ക് മനുഷ്യർക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ മൃഗങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് പാമ്പുകൾക്ക്. അവര് കോൾഡ് ബ്ലഡഡ് ആണ്, അവർക്ക് ഇരിക്കാൻ പറ്റില്ല, അവര് ഉറപ്പായിട്ടും വീടിനുള്ളിലേക്ക് കയറി വരും. അതിന് നമ്മൾ തന്നെ സൂക്ഷിച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുള്ളൂ. കാണുമ്പോൾ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ എത്രയും വേഗം എത്തുന്നതായിരിക്കും. ഏതെങ്കിലും രീതിയിൽ ഒരു ചെറിയ രീതിയിൽ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ദയവ് ചെയ്ത് പരീക്ഷണത്തിന് നിൽക്കരുത്, എത്രയും വേഗം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം എന്നുകൂടി പറയുവാണ്. യെസ്, വളരെ നന്ദി റോഷ്നി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് വേനൽക്കാലമാണ്, അതാണ് ഈ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസവും നേരിട്ട് റോഷ്നി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. പക്ഷേ ഈ സൂചിപ്പിക്കുന്ന പോലെ എല്ലാവരുടെയും സാമ്പത്തിക അവസ്ഥ ഒരുപോലെയല്ല. ഈ വീട്ടിൽ തന്നെ ഇതിപ്പോൾ വലിയ പരിമിതിയുള്ള വീടുകൾ എന്നാണ്, വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ പലപ്പോഴും ജനാലകൾ തുറന്നിടുക എന്നുള്ളതാണ്. എല്ലാവരുടെയും വീട്ടിൽ ഫാനോ അല്ലെങ്കിൽ AC ഒക്കെ ഉണ്ടാകണമെന്നില്ല. അതൊക്കെ ആകാം ഒരു പക്ഷേ അവർ ഉറങ്ങുമ്പോൾ ഇതെല്ലാം വാതിലും ജനലും ഒക്കെ അടച്ചാണ് കിടന്നുറങ്ങിയിരുന്നത് എന്നാണ് ആ കുടുംബം പറയുന്നത് എന്നതാണ്. എന്താണെങ്കിലും നമ്മുടെ പക്കൽ ഉള്ള ചില ഡേറ്റകൾ പരിശോധിക്കുമ്പോഴാണ് അത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. കഴിഞ്ഞ ദിവസം പ്രേക്ഷകരുമായി പങ്കുവച്ച വിവരം തന്നെയാണ്. എങ്കിൽ കൂടി ഒന്നുകൂടി ഓർമ്മിപ്പിക്കേണ്ടത്, ഇന്ത്യയിലെ കണക്കുകൾ അനുസരിച്ച് 2023 കാലഘട്ടത്തിൽ അടക്കം 2023 ഇന്ത്യയിൽ 183 പേർ പാമ്പുകടിയേറ്റ് മരിച്ചു എന്നുള്ളതാണ് കണക്കുകൾ. 2024 അത് 370 എന്ന നിലയിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഡേറ്റ അനുസരിച്ച് 431 പേർ ആണ് ഇന്ത്യയിൽ ഈ പാമ്പുകടിയേറ്റ് മരിച്ചത്. അവിടെ ആവർത്തിച്ച് പറയേണ്ടത്, ഇത് ലോക്സഭയിലെ ചോദ്യത്തിന് നൽകിയ ഒരു മറുപടിയാണ്, സർക്കാർ നൽകിയ മറുപടിയാണ്. പക്ഷേ പല സംസ്ഥാനങ്ങളിലും ഒരുപക്ഷെ ഈ പാമ്പുകടിയൊക്കെ ഏറ്റ് മരിച്ചാൽ അതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടണം എന്നില്ല എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. ഇനി ഇപ്പോൾ നമ്മൾ നൽകുന്ന ഡേറ്റ എന്നത് കേരളത്തിലെ കണക്കാണ്. കേരളത്തിൽ 2023-24 34 പേരാണ് മരണപ്പെട്ടത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അത് 2023-24 34 ആണ് എങ്കിൽ 24-25 എത്തിയപ്പോൾ 30 എന്നതുകൂടിയാണ് കൃത്യമായും പറയേണ്ടത്. ഒപ്പം നേരത്തെ റോഷ്നി സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. ഈ വീടിൻ്റെ പരിസരം വളരെ വൃത്തിയായി തന്നെ സൂക്ഷിക്കുക. കുറ്റിക്കാടുകൾ ഉണ്ടെങ്കിൽ, കളകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി നീക്കം ചെയ്യുക. അതോടൊപ്പം തന്നെ വീടിൻ്റെ പരിസരത്ത് ചെടിച്ചട്ടികൾ ഉണ്ടെങ്കിൽ അത് പലപ്പോഴും നമ്മൾ നനച്ചു കൊടുക്കാറുണ്ട്, വേനൽക്കാലത്ത് അടക്കം. അപ്പോൾ പുറത്ത് ചൂട് അനുഭവപ്പെടുമ്പോൾ അതിനേക്കാൾ ഈർപ്പമുള്ള ഒരിടം എന്ന നിലയിലേക്ക് ഈ ചെടിച്ചട്ടിയുടെ അടുത്തൊക്കെ എത്തുന്ന സാഹചര്യമുണ്ട്. ഈ രംഗത്തെ വിദഗ്ധരൊക്കെ പറയുന്നതനുസരിച്ച് 28 ഡിഗ്രി വരെ സെൽഷ്യസ് ആണ് ഈ പാമ്പുകൾക്ക് താങ്ങാവുന്ന ചൂട്. അതിനപ്പുറത്തേക്ക് ഉയർന്നാൽ അവ കൂടുതൽ തണുത്ത പ്രദേശങ്ങൾ
തേടിപ്പോകും എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ വിറക് കെട്ടുകൾ വീടിനോട് ചേർത്ത് വയ്ക്കുന്നത് വലിയ അപകടകരം ആണ്. കാരണം വിറക് കെട്ടുകൾക്കുള്ളിൽ പാമ്പ് ഒളിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഗ്യാസിന് പരിമിതിയുള്ള സമയത്ത് കൂടുതൽ ആളുകൾ വിറകടുപ്പുകളെ ആശ്രയിക്കുന്ന ഒരു സമയം കൂടിയാണ്. അത് സൂക്ഷിക്കുക. ഒപ്പം ചെരുപ്പ്, ഷൂ ഒക്കെ ധരിക്കുന്നവർ അതും ഏറെ കരുതലോടുകൂടി കൈകാര്യം ചെയ്യണം. ഷൂവിനകത്തൊക്കെ പാമ്പ് ഉള്ളത് നമുക്ക് ഇതിനു മുമ്പും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.